തിരിച്ചു കിട്ടിയില്ലല്ലോ സുമിത്രേച്ചി. ഞാനും എന്റെ റോൾ ഭംഗിയായി കളിച്ചു. ചേച്ചിയുടെ കുടുംബജീവിതം തകർക്കാൻ. ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണല്ലേ? നമ്മൾ രണ്ടാളും കരയുന്നില്ലല്ലോ, അപ്പൊ സന്തോഷ വാർത്ത തന്നെയാവും. നന്മ നിറഞ്ഞത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നാ തോന്നുന്നേ. ഇത് സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. സിമന്റും മണലും കമ്പിയും മാത്രം മനസ്സിൽ കൊണ്ടുവരുന്ന ഒരാൾ അക്ഷരങ്ങളിലേക്ക് തിരിയുക. പക്ഷേ എല്ലാം തിരിച്ചു കിട്ടിയില്ലല്ലോ സുമിത്രേച്ചി. എന്താ നീ പറയുന്നത്? സുമിത്രേച്ചിയുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. സുമിത്രേച്ചിയുടെ കുടുംബജീവിതം. ഓ, അതൊരു പഴങ്കഥ. ശരിയാ. പക്ഷെ അതങ്ങനെ ഒരു പഴങ്കഥയാവാൻ ഞാനും കാരണമാണല്ലോ. അർത്ഥമില്ലാത്ത ശാഠ്യങ്ങളുടെ പേരിൽ ഞാനും എന്റെ റോൾ ഭംഗിയായി കളിച്ചു. ചേച്ചിയുടെ കുടുംബജീവിതം തകർക്കാൻ. വെറുതെ സത്യമല്ലാത്തൊന്നും പറയരുത് കുട്ടി. ആരും ഒന്നും തകർത്തിട്ടില്ല. വിധിയുടെ നടപ്പാതയായിരുന്നു അത്. അതിലൂടെ ഞാൻ നടന്നുപോയി. അതാ സത്യം. ചേച്ചി ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. പക്ഷെ തെറ്റിന്റെ പേരിൽ മറ്റുള്ളവരെ അത്രയും കുറ്റപ്പെടുത്തുമ്പോഴും ഞാൻ ചെയ്ത തെറ്റെനിക്കറിയാമായിരുന്നു. ഒരു ജീവിതത്തെ 2 ജീവിതങ്ങളാക്കി വേർപെടുത്തിയ തെറ്റ്. അതെനിക്ക് തിരുത്തണം. ജീവിതത്തിൽ ഒരു നല്ല കാര്യമെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ അതിനെ ജീവിതം എന്ന് വിളിക്കുന്നതിനേക്കാൾ മരണം എന്ന് വിളിക്കല്ലേ നല്ലത്. പ്രസാദേട്ടനും സുമിത്രേച്ചിയും ഒന്നിച്ച് ജീവിക്കണം. ഇതൊരു സ്വപ്നജീവിയുടെ വിടുവായത്തൊന്നുമല്ല. സ്വപ്നങ്ങളെ നല്ല ഉറപ്പുള്ള സത്യങ്ങളാക്കി തീർക്കാമെന്ന് തെളിയിച്ച യമുനയുടെ പ്രവചനമാ. നല്ല രസമുണ്ട് എന്റെ അനിയത്തിയുടെ ശൈലി കേൾക്കാൻ. നീ ഒരുപാട് മാറിപ്പോയി. അത്ഭുതപ്പെടുത്തുന്ന മാറ്റം. ശരിയാ. അഭയം നഷ്ടപ്പെട്ട് തനിച്ചായപ്പോ, വല്ലാതെ തനിച്ചായപ്പോ ഒരു പുതിയ യമുന എന്നിലേക്ക് കയറി വരികയായിരുന്നു. എന്നെ വീഴാതെ പിടിച്ചു നിർത്തിയത് അവളാണ്. ആ യമുനെ തന്നത് സിനിമയും. നിന്റെ കഴിവുകൾ ഞങ്ങൾ ആരും അറിഞ്ഞില്ല. നീ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കും. ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ അവാർഡും എന്റെ യമുനയ്ക്ക് കിട്ടും. ഇല്ല സുമിത്രേച്ചി, ഇനി എനിക്കൊന്നും കിട്ടില്ല. അതെന്താ? ഇനി അഭിനയിച്ചെങ്കിലല്ലേ അവാർഡ് കിട്ടൂ. ഞാൻ അഭിനയം നിർത്താൻ തീരുമാനിച്ചു. അഭിനയം നിർത്തേ? എന്തിന്? ഒറ്റപ്പെട്ടു പോയതിന്റെ പക വീട്ടിലായിരുന്നു എനിക്ക് സിനിമ അഭിനയം. മഹാകവി ശങ്കർജിയോടും കഥാകാരി സുമിത്രയോടും ഉള്ള വെല്ലുവിളി നിറഞ്ഞോടിയ 1-2 സിനിമകളിലൂടെയും ചുവർ പരസ്യങ്ങളിലൂടെയും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ അഭിമാനിച്ചു. അത് എത്ര നിസ്സാരമായ അഭിമാനമായിരുന്നു എന്ന്, എത്ര ബാലിശമായ വിജയമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു ദിവസമുണ്ട്. ഏതാണെന്നറിയോ സുമിത്രേച്ചിക്ക്? ദേഹം തളർന്നു പോയ എന്റെ പാവ അച്ഛൻ ബാബുവിന്റെ ചുമലിൽ പിടിച്ച് എന്നെ കാണാൻ വന്ന ദിവസം.
നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു ചേച്ചി. കെട്ടിപ്പൊക്കിയത് അത്രയും വെറും ചീട്ട് കൊട്ടാരമായിരുന്നു എന്ന്. ഞാൻ ആ കൊട്ടാരം വിടാ സുമിത്രേച്ചി. എനിക്ക് ശങ്കർജിയുടെ ഇളയ മകളായ മതി. പുതുമഴ എഴുതിയ സുമിത്രയുടെ അനിയത്തിയായ മതി. ബാബുവിനോട് തല്ലുകൂടുന്ന യമുനേച്ചിയായ മതി. മോളെ ചന്ദ്രോദയം ചന്ദ്രോദയം ചായേന ചന്ദ്രോദയം ചന്ദനമഴയിൽ മനസ്സുകൾ കുളിരും സ്നേഹ ചന്ദ്രോദയം ഇത് സംഗമ ചന്ദ്രോദയം. ഒരു ഞെട്ടിൽ വിടർന്ന പൂവുകൾ അരിമുല്ലപ്പൂവുകൾ ഇരുമേയാണെങ്കിലും ഒന്നായി വളരുകയായിരുന്നു. കാലത്തിൻ പാഴ്മണൽ കാറ്റടിച്ചു കാണാക്കയങ്ങളിൽ കൊഴിഞ്ഞു വീണു. രണ്ടു ധ്രുവങ്ങളിൽ ചിതറി വീണു. ചന്ദ്രോദയം ചന്ദ്രോദയം ശാലീന ചന്ദ്രോദയം. ഒരു കൂട്ടിൽ വളർന്ന പൈങ്കിളികൾ ഒരേ തൂവൽ പൈങ്കിളികൾ പനനൊങ്കും തിന്ന് പാട്ടും മൂളി പറക്കുകയായിരുന്നു. കാലത്തിൻ വെള്ളിടി മിന്നലേറ്റു. കാവളം കിളികൾ കുഴഞ്ഞു വീണു. രണ്ടു ധ്രുവങ്ങളിൽ മയങ്ങി വീണു. ചന്ദ്രോദയം ചന്ദ്രോദയം ശാലീന ചന്ദ്രോദയം ചന്ദനമഴയിൽ മനസ്സുകൾ ഉലയും സ്നേഹ ചന്ദ്രോദയം ഇത് സംഗമ ചന്ദ്രോദയം. വാ ദേവ. പ്രസാദ്, മോളിലുണ്ട്. ഞാനൊന്ന് കണ്ടിട്ട് വരാം. ശരി മോനെ. എഞ്ചിനീയർ സാറിന് സുഖമല്ലേ? ആ, പ്രൊഫസർ സാറിനെ കുറച്ച് ദിവസമായി ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. ഇരിക്കെ. അല്ല, എന്തിനാ വരുന്നത്? ഈ ബോറടിപ്പിക്കുന്ന ചിത്രരചന കാണാനോ? വന്ന് വന്ന് ഇത് മാത്രമായി തീർന്നിരിക്കുകയാണല്ലോ ഭവാന്റെ ലോകം. ഇതിനപ്പുറത്തൊരു ലോകമുണ്ടെന്നും അവിടെ സുന്ദരമായ സംഭവങ്ങൾ ഉണ്ടാവുമെന്നും
താങ്കൾക്ക് അറിയാൻ വേണ്ടല്ലോ. അങ്ങനെ വാശിയൊന്നുമില്ല, അത്യാവശ്യ കാര്യങ്ങൾ അറിയാറുണ്ട്. എന്നിട്ടാണോ ആ സുപ്രധാന വാർത്ത അറിയാത്തത്? ഏത് സുപ്രധാന വാർത്ത? എടോ മനുഷ്യ, സുമിത്രയുടെ ചന്ദ്രോദയം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരിക്കുന്നു എന്ന്. സത്യമാണോ? സത്യമാണോ ദേവ? എന്റെ വാക്കുകൾ വിശ്വാസമായില്ലെങ്കിൽ ദാ ഈ ന്യൂസ് പേപ്പർ സംസാരിക്കട്ടെ. ഒന്നെനിക്ക് മനസ്സിലായി, ഈ വീട്ടിലിപ്പോ ആരും ടി വിയും കാണാറില്ല, പത്രവും വായിക്കാറില്ല. അമ്മയ്ക്ക് സർവ്വനേരവും നാരായണ നാരായണ. മകൻ ഈ പ്ലാൻ വരും. ഞാൻ അറിഞ്ഞില്ല ദേവ. അത് തന്നെ ഞാൻ മലയാളത്തിൽ പറഞ്ഞേ. ദേവ, ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണല്ലേ? നമ്മൾ രണ്ടാളും കരയുന്നില്ലല്ലോ, അപ്പൊ സന്തോഷ വാർത്ത തന്നെയാവും. അല്ല ദേവ, ഇതറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ സുമിത്ര വിളിച്ചൊന്ന് അഭിനന്ദിക്കണ്ടേ? അതാ മര്യാദ. അങ്ങനെ ഫോൺ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ? ഒരു തെറ്റുമില്ല. വിളിക്കട്ടെ? ഒരു മിനിറ്റ്, ഞാൻ പോയിട്ട് മതി. അത് സാരമില്ല ദേവ. അത് സാരമുണ്ട് പ്രസാദേ. ഹലോ. ഹലോ. പ്രസാദേട്ടൻ. എന്റെ ശബ്ദം സുമിത്ര തിരിച്ചറിഞ്ഞു. അതില് എന്താ അത്ഭുതം? താങ്ക് യു. ഞാൻ കരുതി 10 വർഷത്തെ ഇടവേള കൊണ്ട്. എന്റെ മനസ്സിൽ ആ ഇടവേളയില്ല. ഞാൻ വിളിച്ചത് അഭിനന്ദിക്കാനാണ്, അവാർഡ് കിട്ടിയതിൽ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ചന്ദ്രോദയം, അതല്ലേ നോവലിന്റെ പേര്? അതെ. ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊരു കോപ്പി തരുമോ? അല്ലെങ്കിൽ വേണ്ട, ബുക്ക് സ്റ്റാൾ കിട്ടുമല്ലോ, ഞാൻ വാങ്ങിച്ചോളാം. വേണ്ട പ്രസാദേട്ട, നോവൽ ഞാൻ എത്തിക്കാം. അത് സുമിത്രയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? വലിയ ബുദ്ധിമുട്ടാവും, എന്നാലും എത്തിച്ചോളാം. താങ്ക് യു സുമിത്ര, താങ്ക് യു. അത്ഭുതങ്ങൾക്ക് മേൽ അത്ഭുതമാണല്ലോ ദൈവമേ. 10 വർഷങ്ങൾക്ക് ശേഷം ഫോൺ ചെയ്യുക, അവാർഡ് ലബ്ധിയിൽ അഭിനന്ദിക്കുക. നന്മ നിറഞ്ഞത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു തോന്നുന്നേ. അതിന്റെ ലക്ഷണങ്ങളല്ലേ ഇതൊക്കെ? അറിയില്ല. എന്നാ എനിക്കറിയാം. അല്ലെങ്കിൽ പുസ്തക വിരോധിയായിരുന്ന പ്രസാദേട്ടൻ എന്തിനു ചേച്ചിയെ കൺഗ്രാജുലേറ്റ് ചെയ്യണം? അക്ഷരവും അവാർഡും പ്രസാദുമായിട്ട് എന്ത് ബന്ധം? വേറെന്തെങ്കിലും പറഞ്ഞോ? എന്താ? നോവലിന്റെ ഒരു കോപ്പി വായിക്കാൻ കൊടുക്കാമോന്ന്. പ്രസാദേട്ടന് നോവൽ വായിക്കണോന്നോ? ഈശ്വര, എന്തൊക്കെയാ സംഭവിക്കുന്നേ? സുമിത്രേച്ചി, ഇതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? എന്താ?
10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട പ്രസാദേട്ടനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് വിളിക്കില്ല, നോവല് ചോദിക്കില്ല. എന്നിട്ട് ചേച്ചി എന്ത് പറഞ്ഞു? നോവൽ അവിടെ എത്തിക്കാന്ന് പറഞ്ഞു. എത്തിക്കാമെന്നോ? എങ്ങനെ? ആരുടെങ്കിലും കയ്യിൽ കൊടുത്തയച്ചിട്ടോ? അല്ലാതെ പിന്നെങ്ങനെയാ? നേരിട്ട് കൊണ്ടു ചെല്ലണം. ഞാനോ? അതെ, ചേച്ചിയോടല്ലേ പ്രസാദേട്ടൻ ചോദിച്ചത്. അത് യമുനെ, എത്രയോ വർഷമായിട്ട് ഞങ്ങൾ തമ്മില് അകന്ന് ജീവിക്കുകയാണ്, തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. കുടുംബ കോടതിയിൽ വെച്ച് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് പിരിഞ്ഞ 2 അപരിചിതർ. അതിനുശേഷം ഇപ്പൊ 10 വർഷവും കഴിഞ്ഞു. പക്ഷെ പിന്നെന്തിന് പ്രസാദേട്ടൻ ചേച്ചിയെ ഫോണിൽ വിളിച്ചു? അവാർഡ് കിട്ടിയപ്പോ അഭിനന്ദിക്കാൻ അല്ലേ? 10 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രസാദേട്ടനായിരുന്നെങ്കിൽ ഈ അഭിനന്ദനം ഉണ്ടാവുമായിരുന്നോ? ചേച്ചി ഒരു എഴുത്തുകാരിയാണെന്ന് പ്രസാദേട്ടൻ അംഗീകരിച്ചിരുന്നോ? അതിന്റെ പേരിൽ അഭിമാനിച്ചിരുന്നോ? അതാ ഞാൻ പറഞ്ഞത്, മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങോട്ട് നോക്കിയേ, ചേച്ചി പ്രസാദേട്ടനെ ചെന്ന് കാണണം. നോവല് നേരിട്ടാ കയ്യിൽ ഏൽപ്പിക്കണം. എന്താ, ആയിക്കൂടെ? ഞാൻ സുമിത്ര മലയാളത്തിലെ നല്ലൊരു റൈറ്റർ. മുമ്പ് എഞ്ചിനീയർ പ്രസാദ് എന്ന മുരടന്റെ ഭാര്യയായിരുന്നു. മുരടനിൽ നിന്നും മുരടത്തം ഇറങ്ങിപ്പോയിരിക്കുന്നു. ആ മനുഷ്യൻ സത്യത്തിൽ സുമിത്രയെ കാണാനും സംസാരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ളൊരു മാധ്യമമാണ് ഈ നോവൽ. ചേച്ചി അത് നേരിട്ട് തന്നെ കൊടുക്കണം. ആ രംഗം ഒളിഞ്ഞൊന്നൊന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട് എനിക്ക്. പക്ഷെ അൺപാർലമെന്ററി ആയതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. അപ്പോ നേരിട്ട് കൊണ്ട് കൊടുക്കുമല്ലോ. ഷേർലി, കോർപ്പറേഷനിലേക്ക് ഫാക്സ് ചെയ്യേണ്ട ലെറ്റർ റെഡിയായോ? ഓക്കെ. ആ, പിന്നെ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്ന് ലെറ്റർ വന്നിട്ടുണ്ടോ? അത് MD കാണിച്ചോ? ഓക്കെ ഓക്കെ. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. സുമിത്ര, കം ഓൺ. ഇരിക്കൂ. ഇത് സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. എന്തിന്? ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞിരുന്നല്ലോ നോവലിന്റെ കോപ്പി എത്തിക്കാന്ന്. ഓ, പറഞ്ഞിരുന്നു. പക്ഷേ സുമിത്ര തന്നെ വരുന്നു കരുതിയില്ല. കുടിക്കാൻ എന്താ വേണ്ടത്? ടീ, കോഫി, അല്ലെ തണുത്തെന്തെങ്കിലും? ഒന്നും വേണ്ട പ്രസാദേട്ടാ, ഇത് ഏൽപ്പിക്കണം, പോണം. ഒരല്പനേരം സംസാരിച്ചു കൊണ്ടുണ്ടോ? ഒരു 5 മിനിറ്റ്. സുമിത്ര കണ്ണട വെച്ചു അല്ലേ? കാഴ്ച കുറയുമ്പോ വേറെ മാർഗമില്ലല്ലോ. അതെ അതെ. മുടി ലെഫ്റ്റ് സൈഡിൽ ലേശം നര പോലെ എന്തോ കാണുന്നുണ്ടല്ലോ. നര പോലെയല്ല, നര തന്നെയാ. പ്രസാദേട്ടനും നരച്ചു. ഇപ്പോ ഒരു ഫിലോസഫറുടെ കട്ടുണ്ട്. 10 വർഷങ്ങളുടെ സമ്മാനം. ആ, നോവൽ തരൂ. ഓ, ഞാനത് മറന്നുപോയി. ചന്ദ്രോദയം. നല്ല പേര്. അല്ല, ഇതിങ്ങനെ വെറുതെ തന്നാ മതിയോ?
റൈറ്റർ എനിക്ക് മാത്രമായി തന്നതാണെന്നതിന് ഒരു തെളിവ് വേണ്ടേ? ഇല്ലെങ്കിൽ ഞാൻ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങുന്നതിന് തുല്യമാവല്ലേ? പ്രസാദേട്ടൻ പുസ്തകം ശരിക്കും മറിച്ചു നോക്കിയില്ല എന്ന് തോന്നുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. താങ്ക് യു വെരി മച്ച്. പിന്നെ ഈ 15-ാം തീയതി ടൗൺ ഹാളിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. എനിക്ക് അവാർഡ് കിട്ടിയതിന്റെ അനുമോദന സമ്മേളനം വൈകിട്ട് 5 മണിക്കാ. പ്രസാദേട്ടൻ വരണം. വരില്ലേ? വരാം. ഈ 15-നല്ലേ? തീർച്ചയായും വരാം. എന്നാ ഞാനിനി പൊയ്ക്കോട്ടെ. നമ്മളൊന്നും സംസാരിച്ചില്ല. അറ്റ്ലീസ്റ്റ് ഈ നോവലിനെ പറ്റിയെങ്കിലും എന്നോട് 2 വാക്ക് പറഞ്ഞൂടെ? പറയാനുള്ളത് അത്രയും അതിലെഴുതിയിട്ടുണ്ട്. ഞാൻ പോകുന്നു പ്രസാദേട്ടാ. ജോലി മുടങ്ങണ്ട. സുമിത്രേ, വൺസ് അഗൈൻ താങ്ക്സ് ഇവിടം വരെ വന്നതിന്. സന്ധ്യയായിരുന്നു. ക്ഷേത്ര ഗോപുരവാതിൽ കടന്ന് മീര പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. സേതു അകത്തേക്ക് കടക്കുകയും അവർ പരസ്പരം കണ്ടു. രണ്ടുപേരും ഓർമ്മിച്ചു. ഇവിടെ വച്ചായിരുന്നു ആദ്യത്തെ കൂടിക്കാഴ്ച. സേതു, തുറന്നു പറയണം, ശരിക്കും എന്നെ ഇഷ്ടമായിട്ടാണോ വിവാഹത്തിന് സമ്മതിച്ചത്? മീര: അതെ. സേതു: ഞാൻ സാഹിത്യം വായിക്കാറില്ല, വെറും ഒരു എഞ്ചിനീയർ. മീര: എങ്കിലും എനിക്കിഷ്ടമാണ്. മീരയ്ക്കൊരു ഉത്കണ്ഠയും വേണ്ട, ഞാൻ വാക്ക് പാലിച്ചിരിക്കും. നാളെ കൃത്യസമയത്ത് ഫാമിലി കോർട്ടിലെത്തും. മീരയെ എന്നിൽ നിന്നും രക്ഷപ്പെടുത്താനായി. നഗരം മഴയിലായിരുന്നു. എല്ലാം മൂടുന്ന മഴ. കഴിഞ്ഞ കാലത്തിനും ഭാവി കാലത്തിനും ഇടയിൽ ജീവിതത്തിന്റെ നെടും പാത. കഥനത്തിന്റെ അഗ്നിജ്വാലകൾ എരിയുന്ന ആത്മാവോടെ അനുഭവങ്ങളുടെ നൂലാമാലകളിലൂടെ മീര നടന്നു. മഴയിലൂടെ സേതുവിന്റെ കാറ് നീങ്ങി. ഇടതുഭാഗത്ത് ഫുട്പാത്തിന്റെ ഓരം ചേർന്ന് നടന്നു പോകുന്ന രൂപത്തെ സേതു കണ്ടു. സേതു കാർ ഇടത്തേക്ക് ചേർത്ത് നിർത്തി ഡോറ് തുറന്ന് മീരയുടെ മുഖത്തേക്ക് നോക്കി. അയാളുടെ മനസ്സ് വാക്കുകളില്ലാതെ ക്ഷണിച്ചു. വരൂ. വീണ്ടും വിളിച്ചു, വരൂ. സുമിത്രയ്ക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവില്ലേ? സിമന്റും മണലും കമ്പിയും മാത്രം മനസ്സിൽ കൊണ്ടുവരുന്ന ഒരാൾ അക്ഷരങ്ങളിലേക്ക് തിരിയുക, നോവൽ വായിക്കുക. ലോകാവസാനത്തിൻ്റെ ലക്ഷണമായി തോന്നാം അല്ലേ?
ഒരിക്കലുമില്ല. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല ഈ മാറ്റം. ബോധപൂർവമല്ല, ഞാൻ പോലും അറിയാതെ ഉണ്ടായ മാറ്റമാണ്. വീട് വിട്ട് അകലേക്ക്, വളരെ വളരെ അകലേക്ക് പോയി കഴിയുമ്പോൾ വീടിൻ്റെ ഓർമ്മ ഉണ്ടാവാറില്ലേ? ആ ഓർമ്മ ഒരു വല്ലാത്ത വേദനയാവാറില്ലേ? അതുപോലെ ആവാം. കാണേണ്ട സമയങ്ങളിൽ കണ്ടില്ല, അറിയേണ്ട സന്ദർഭങ്ങളിൽ അറിഞ്ഞുമില്ല. എന്നിട്ടിപ്പോൾ നേരം തെറ്റിപ്പെയ്ത് മഴ പോലെ ഒരു താല്പര്യം അക്ഷരങ്ങളോട്, പുസ്തകങ്ങളോട്. സുമിത്രയ്ക്ക് തമാശ കേൾക്കണോ? ഇപ്പോൾ മനസ്സിലാവാത്ത, കടിച്ചാൽ പൊട്ടാത്ത കവിതകൾ പോലും ഞാൻ വായിക്കും, ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും. ഒന്ന് ചോദിച്ചോട്ടെ, അതെന്തായിരുന്നു കഥയിൽ അങ്ങനെ ഒരു അന്ത്യം? ചന്ദ്രോദയത്തിൻ്റെ എൻഡിലെ കാര്യമാണ് ചോദിച്ചത്. എന്തേ? സേതു കാറിൻ്റെ ഡോർ തുറന്നിട്ടിട്ടും മീരെന്തുകൊണ്ട് കയറിയില്ല? മുഴുവനും പറഞ്ഞു കഴിഞ്ഞാൽ അത് വായനക്കാരനെ അപമാനിക്കലല്ലേ? വായനക്കാരനും ഇത്തിരി ഇടം കൊടുക്കണ്ടേ ചിന്തിക്കാൻ? പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യായിരുന്നു. എങ്ങനെ? മീരയ്ക്ക് കാറ് കയറായിരുന്നു എങ്കിൽ വായനക്കാരന് സമാധാനമായിരുന്നു. പ്രസാദേട്ടനോ? ഞാനും വായനക്കാരനാണല്ലോ. എല്ലാ വായനക്കാർക്കും വേണ്ടിയാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. അതോ സേതു അത്രയും മനസ്സ് തുറന്നിട്ടും മീര അയാളോട് ക്ഷമിച്ചില്ലേ? കാറ് കയറാത്തതിനർത്ഥം അതാണോ? പ്രസാദേട്ടന് എന്ത് തോന്നി? ഒന്നും വ്യക്തമായില്ല. സേതുവിൻ്റെ അവസ്ഥയിൽ തൽക്കാലം ഞാൻ ദുഃഖിതനാണ്. മീരയുടെ അവസ്ഥയിലോ? മീരയ്ക്കാണ് എൻ്റെ പൂർണ്ണ പിന്തുണ. പക്ഷേ സേതു തൻ്റെ പിഴ മനസ്സിലാക്കിയ സ്ഥിതിക്ക് മീര ക്ഷമിച്ചിരുന്നെങ്കിൽ വലിയ റിലീഫായനെ. ഈ സ്ഥലം ഓർമ്മയുണ്ട് സുമിത്രയ്ക്ക്? നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവ് ഇവിടെ വച്ചായിരുന്നു. ഇവിടെ വച്ചാണ് എൻ്റെ നേർക്ക് സുമിത്ര താലി ഉരി നീട്ടിയത്. ഞാൻ